ഒന്നാമത് പറഞ്ഞ സിഫത്തിനെ കുറിച്ച് നമുക്ക് ആദ്യം വിശദീകരിക്കാം. അഥവാ അള്ളാഹുവിൻ്റെ യദ്, അവൻ്റെ കരം, അവൻ്റെ കൈകൾ. ഇവിടെ ഇത്രയും മുൻഗാമിയായ ഈ മഹാനായ ഇമാം ഇക്കാര്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? നിങ്ങൾ നോക്കൂ. ഖദ് യുൻകിറുൽ ജഹ്മിയു അയ്ളൻ യമീനഹു. ജഹ്മികൾ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തുപോയ, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണെന്ന് പണ്ഡിതന്മാർ വിധിച്ചിട്ടുള്ള ജഹ്മികൾ അള്ളാഹുവിൻ്റെ കൈകൾ എന്ന സിഫത്തിനെ നിഷേധിക്കുമെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഇത്രയും മുൻഗാമിയായ ഈ ഇമാം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നിഷേധിക്കുന്ന, അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നവരെയാണ് വഴിപിഴച്ചവരുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ളത്. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇക്കാലത്ത് അഹ്ലുസുന്നത്താണ് ഞങ്ങൾ എന്നവകാശപ്പെടുന്നവർ അള്ളാഹുവിന് കരങ്ങളുണ്ട്, അവൻ പറഞ്ഞ വിശേഷണങ്ങളുണ്ട് എന്ന് പറയുന്നവരെ പരിഹസിക്കാൻ, അവർ ഇബാദത്ത് ചെയ്യുന്നത് മുസ്ലിമീങ്ങളുടെ റബ്ബിനെ അല്ല മറ്റേതോ ദൈവത്തെയാണ് എന്ന് വരെ പറയാൻ മുതിരുന്നു. ആർക്കാണ് മുൻഗാമികളുടെ പാരമ്പര്യമുള്ളത്? ആർക്കാണ് ഇമാമിങ്ങളുടെ മാതൃക ഉള്ളതെന്ന് ചിന്തിച്ചു നോക്കൂ. ഇമാമിനെ, ഇമാം അബൂ ദാവൂദിൻ്റെ മകനെ തള്ളിക്കളയാൻ, അദ്ദേഹം പിഴച്ച ആളാണെന്ന് പറയാൻ, അഹ്ലുസുന്നത്താണ് ഞങ്ങൾ എന്നവകാശപ്പെടുന്ന, സുന്നത്ത് ജമാഅത്താണ് ഞങ്ങൾ എന്നവകാശപ്പെടുന്ന ആർക്ക് സാധിക്കും? ഒരാൾക്കും സാധ്യമല്ല. അത്രയും മുൻഗാമിയായ ഇമാമാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസിദ്ധമായ കവിതയിൽ എന്തു പറയുന്നു? പിഴച്ച ചില കക്ഷികൾ അള്ളാഹുവിൻ്റെ യമീനിനെ, അവൻ്റെ കരം എന്ന വിശേഷണത്തെ നിഷേധിച്ചു കളയും, ശ്രദ്ധിക്കണം നിങ്ങൾ എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, എന്താണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം? അള്ളാഹുവിൻ്റെ യദാകട്ടെ, അവൻ്റെ വജ്ഹ്, അവൻ്റെ മുഖമാകട്ടെ, അവൻ്റെ നുസൂൽ, അവന് ഇറങ്ങുമെന്ന സിഫത്താകട്ടെ, അള്ളാഹുവിൻ്റെ ഏത് സിഫത്താകട്ടെ, അഹ്ലുസുന്നത്തിൻ്റെ മാർഗം എന്താണ്? അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കുറിച്ച് പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുക.